ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് സെക്കൻഡാണ് പഠിക്കുന്നത്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററായ സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ്, സർവവും സൂര്യനാൽ. ഈ ചാപ്റ്റർ 3 പാർട്ടുകൾ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഈ പാർട്ടിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ടെമ്പറേച്ചറാണ് പഠിച്ചത് അല്ലേ, താപനില. അതിൽ നമ്മൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ പഠിച്ചു, ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ ജലം. ഈ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഹ്യൂമിഡിറ്റി? എന്താണ് ആർദ്രത? വാട്ടർ കണ്ടൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി. അന്തരീക്ഷത്തിലെ ജലാംശത്തെ ആർദ്രത എന്ന് വിളിക്കുന്നു. ഈസ് ഹ്യൂമിഡിറ്റി യൂണിഫോം അറ്റ് ഓൾ പ്ലേസസ്? അന്തരീക്ഷത്തിലെ ജലാംശം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെയായിരിക്കുമോ? നോ അല്ലേ, എല്ലായിടത്തും ഒരുപോലെയല്ല. ലിസ്റ്റ് ഔട്ട് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ എമൗണ്ട് ഓഫ് മോയ്സ്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അങ്ങനെ ഒരുപോലെ അല്ല എങ്കിൽ അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ എമൗണ്ട് ഓഫ് മോയ്സ്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ? ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, താപനില, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലലഭ്യത, പിന്നെ എന്ത് പറയാം, അറ്റ്മോസ്ഫറിക് കണ്ടീഷൻ, അന്തരീക്ഷ സ്ഥിതി, പിന്നെയോ ഇവാപ്പറേഷൻ, ബാഷ്പീകരണം. ഇതെല്ലാം അന്തരീക്ഷത്തിലെ ജലാംശത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഈ ഓരോ ഫാക്ടറും എങ്ങനെയാണ് അന്തരീക്ഷത്തിലെ ജലാംശത്തെ സ്വാധീനിക്കുന്നത് എന്നുകൂടി പറയാം. ടെമ്പറേച്ചർ, താപനില. നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്, ബാഷ്പീകരണം കൂടുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. When temperature increases, the rate of evaporation also increases, the amount of moisture also increases. അല്ലേ? ഇനി അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലലഭ്യതയോ? കൂടുതൽ ജലലഭ്യതയുള്ള പ്രദേശത്ത് ഇവാപ്പറേഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെ അളവ് ആ പ്രദേശങ്ങളിൽ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ജലലഭ്യത കുറവുള്ള പ്രദേശത്ത് ഇവാപ്പറേഷൻ റേറ്റ് കുറയുന്നത് കൊണ്ട് ആ പ്രദേശങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശത്തിൻ്റെ അളവ് കുറവായിരിക്കും. ഇനി അറ്റ്മോസ്ഫറിക് കണ്ടീഷൻസ്, അന്തരീക്ഷ സ്ഥിതിയോ? വരണ്ട വായുവാണെങ്കിൽ അതിന് കൂടുതൽ ജലത്തെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. മനസ്സിലായോ? എന്നാൽ ഹ്യൂമിഡ് എയർ, ഈർപ്പമുള്ള വായുവാണെങ്കിൽ ലോ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പറാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഡ്രൈ എയർ ക്യാൻ അക്സെപ്റ്റ് മോർ വാട്ടർ വേപ്പർ, ഹ്യൂമിഡ് എയർ ക്യാൻ അക്സെപ്റ്റ് ഓൺലി ലോ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി? കേവല ആർദ്രത എന്നാൽ എന്ത്? ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് പെർ ക്യൂബിക് മീറ്റർ വോളിയം ഓഫ് എയർ. അതിൻ്റെ യൂണിറ്റ് ഗ്രാം പെർ മീറ്റർ ക്യൂബ്. എന്താണ്? വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത എന്ന് വിളിക്കുന്നു. ഇത് 1 ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലാംശം അടങ്ങിയിരിക്കുന്നു എന്ന ഏകകത്തിലാണ് കണക്കാക്കുന്നത്. മനസ്സിലായോ? വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവാണ്, അതാണ് കേവല ആർദ്രത. ഇത് കണക്കാക്കുന്നത് എങ്ങനെയാണ്? 1 ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലാംശം. ഇങ്ങനെയാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി കണക്കാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സാച്ചുറേഷൻ ലെവൽ? എന്താണ് പൂരിതാവസ്ഥ? ദ സ്റ്റേജ് അറ്റ് വിച്ച് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ ഈസ് ടേംഡ് ആസ് സാച്ചുറേഷൻ ലെവൽ. അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയെ പൂരിതാവസ്ഥ എന്ന് വിശേഷിപ്പിക്കാം. അതായത് നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിന് ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥ, ദ സ്റ്റേജ് അറ്റ് വിച്ച് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ ഈസ് ടേംഡ് ആസ് സാച്ചുറേഷൻ ലെവൽ. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ സാച്ചുറേറ്റഡ് ആകുമ്പോൾ, നീരാവി പൂരിതമാകുമ്പോൾ കണ്ടൻസേഷൻ ബിഗിൻസ് അല്ലേ? ഘനീകരണ പ്രക്രിയ ആരംഭിക്കുന്നു. അപ്പോൾ ഘനീകരണ പ്രക്രിയ, അതായത് കണ്ടൻസേഷൻ പ്രോസസ്സൊക്കെ നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ഡ്യൂ പോയിൻറ്റ്? എന്താണ് തുഷാരാങ്കം? ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസേഷൻ ബിഗിൻസ് ഈസ് കോൾഡ് ഡ്യൂ പോയിൻറ്റ്. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ തുഷാരാങ്കം എന്ന് പറയുന്നു. എന്താണ് ഈ കണ്ടൻസേഷൻ, അതായത് ഘനീകരണ പ്രക്രിയ ആരംഭിക്കുന്ന ഒരു നിശ്ചിത ടെമ്പറേച്ചറില്ലേ, അതിനെയാണ് ഡ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? എന്താണ് ആപേക്ഷിക ആർദ്രത? the ratio between the amount of water vapor present in the atmosphere and the total water holding capacity of the
atmosphere at a given temperature is called relative humidity. It is usually expressed in percentage. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നു. ഈ ആനുപാതിക അളവിനെ ആപേക്ഷിക ആർദ്രത അഥവാ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നു. മനസ്സിലായോ? ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗം അന്തരീക്ഷത്തിൽ നിലവിലുണ്ട് എന്നത് ശതമാനത്തിൽ കണക്കാക്കുമ്പോൾ അതിനെ ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നു. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണക്കാക്കുന്നത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇൻറ്റു 100. എങ്ങനെയാണ്? കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവ് ഇൻറ്റു 100 ആണ്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ഇഫ് ദ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഈസ് ഹാഫ് ഓഫ് ദ total water holding capacity at a particular temperature, then the relative humidity will be 50%. എന്താണ്? ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പകുതിയാണ് കേവല ആർദ്രതയെങ്കിൽ ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത് 50% ശരിയല്ലേ? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അഥവാ കേവല ആർദ്രത എന്താണ്? ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയുടെ പകുതിയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇൻറ്റു 100 കൂടി ചെയ്യുമ്പോൾ 50% ആണ് വരുന്നത്. വാട്ട് വിൽ ബി ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അറ്റ് സാച്ചുറേഷൻ ലെവൽ? പൂരിതാവസ്ഥയിൽ ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആപേക്ഷിക ആർദ്രത എത്രയായിരിക്കും? എത്ര ശതമാനമായിരിക്കും? 100 ആയിരിക്കും അല്ലേ? 100 ആണ് എന്താണ്? പൂരിതാവസ്ഥയിൽ അല്ലെങ്കിൽ സാച്ചുറേഷൻ ലെവലിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? ഈ ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ആണ് ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിനെ കുറിച്ച് ഇവിടെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 തെർമോമീറ്റർ അടങ്ങിയിരിക്കുന്നു. ഇതിൽ ഡ്രൈ ബൾബ് തെർമോമീറ്റർ റെക്കോർഡ് ചെയ്യുന്നത് നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് തെർമോമീറ്റർ ഓൾവേസ് ഷോസ് ലോവർ ടെമ്പറേച്ചർ ദാൻ നോർമൽ. നോർമലിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറാണ് വെറ്റ് ബൾബ് തെർമോമീറ്റർ കാണിക്കുന്നത്. കാരണം എന്താ? ഈ വെറ്റ് ബൾബ് തെർമോമീറ്ററിനെ ഒരു മസ്ലിൻ ക്ലോത്ത് ഉപയോഗിച്ച് പൊതിഞ്ഞ് സദാ നനച്ച് സൂക്ഷിക്കുന്നതിനാൽ അതിലെപ്പോഴും ലോവർ ടെമ്പറേച്ചർ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദീസ് 2 തെർമോമീറ്റേഴ്സ്. ഈ 2 തെർമോമീറ്ററിലെയും താപനിലയിലുണ്ടാകുന്ന വ്യത്യാസത്തെ അടിസ്ഥാനമാക്കിയാണ് ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നത്. Based on this difference at any particular temperature, corresponding relative humidity can be found out from the chart given along with the instrument. ഈ ഇൻസ്ട്രുമെൻറ്റിന് ഒപ്പം കൊടുത്തിരിക്കുന്ന ചാർട്ട് ഉപയോഗിച്ച് നമുക്ക് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണക്കാക്കാം. മനസ്സിലായല്ലോ? അതുപോലെ the relative humidity will be low when the difference in temperature is high and vice versa. ഈ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്, 2 തെർമോമീറ്ററിലെയും ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കൂടുതലാണെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്തായിരിക്കും? കുറവും. ആ ഡിഫറൻസ് കുറവാണെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടുതലുമായിരിക്കും. വാട്ട് ഈസ് സബ്ലിമേഷൻ? എന്താണ് സബ്ലിമേഷൻ? ഇൻ സം ഇൻസ്റ്റൻസസ് ഡ്യൂ ടു റാപ്പിഡ് ഫോൾ ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ വാട്ടർ വേപ്പർ ഡയറക്ട്ലി കണ്ടൻസസ് ടു സോളിഡ് സ്റ്റേറ്റ്. ദിസ് ഈസ് കോൾഡ് സബ്ലിമേഷൻ. ചില അവസരങ്ങളിൽ അന്തരീക്ഷ താപനില ഗണ്യമായി കുറയുന്നതിനാൽ ഈ വാട്ടർ വേപ്പർ നീരാവി എന്ത് ചെയ്യുന്നു? നേരിട്ട് ഖരാവസ്ഥയിലെത്തുന്നു. ഇതിനെ ഹിമകണങ്ങൾ എന്നാണ് പറയുന്നത്, സ്നോ ഫ്ലേക്സ്. ദിസ് ഈസ് കോൾഡ് സബ്ലിമേഷൻ. ഇതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇനി ഫോംസ് ഓഫ് കണ്ടൻസേഷൻ, ഘനീകരണ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡ്യൂ തുഷാരം, ഫ്രോസ്റ്റ് ഹിമം, മിസ്റ്റ് ഓർ ഫോഗ് മൂടൽമഞ്ഞ്, പിന്നെയോ ക്ലൗഡ് മേഘങ്ങൾ. ഇതാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. വാട്ട് ഈസ് ഡ്യൂ? എന്താണ് തുഷാരം? പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിലും ഇലകളിലുമൊക്കെ ഈ ജലത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതാണ് തുഷാരം എന്ന് പറയുന്നത്. രാത്രികാലങ്ങളിൽ ഈ ഭൗമോപരിതലം തണുക്കില്ലേ? അപ്പോൾ തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. ഇതുമൂലം നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി ഭൂമിയുടെ ഉപരിതലത്തിലെ തണുത്ത പ്രതലങ്ങളിൽ പറ്റിപ്പിടിക്കുന്നു. ഇതിനെയാണ് തുഷാരം എന്ന് പറയുന്നത്. The surface of the earth gets cooled during the night and it cools the near atmosphere. This causes the water vapor to condense and the condensed droplets cling onto the cold surfaces on earth. This is called dew.
ഡ്യൂ ഡിസപ്പിയേഴ്സ് ആസ് ദ സൺ റൈസസ്. വൈ? സൂര്യോദയത്തോടെ ഈ തുഷാരം അപ്രത്യക്ഷമാകുന്നു അല്ലേ? ഇതെന്തുകൊണ്ടാണ്? വെൻ ദ സൺ റൈസസ് ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസസ് ആൻഡ് ദ വാട്ടർ ഡ്രോപ്സ് ഇൻ ദ ഫോം ഓഫ് ഡ്യൂ ബിക്കം മോയ്സ്ചർ. അല്ലേ? സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ അന്തരീക്ഷ താപനില കൂടുകയും അപ്പോൾ ഈ ജലത്തുള്ളി എന്ത് ചെയ്യുന്നു? മോയ്സ്ചറായി മാറുന്നു അല്ലേ? അന്തരീക്ഷത്തിൽ ഈർപ്പമായി മാറുന്നു. ഇനി എന്താണ് ഫ്രോസ്റ്റ് അഥവാ ഹിമം? രാത്രികാലങ്ങളിൽ ഈ ഉപരിതല താപം 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായി കുറയുന്ന പ്രദേശങ്ങളുണ്ട്. ഇങ്ങനെ താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ തുഷാരം രൂപം കൊള്ളുന്നതിന് പകരം നേർത്ത ഹിമകണങ്ങളായിരിക്കും രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇതിനെന്ത് പറയുന്നു? ഈ ഘനീകരണ പ്രക്രിയയാണ് ഹിമം എന്ന് പറയുന്നത്. The places on the earth where the night temperature falls below 0 degrees Celsius, instead of dew, tiny ice crystals are formed. This form of condensation is called frost. മനസ്സിലായല്ലോ? ഇനി എന്താണ് ഫോഗ് ഓർ മിസ്റ്റ്? മൂടൽ മഞ്ഞ്. ഈ മൂടൽ മഞ്ഞിനെ വിശേഷിപ്പിക്കുന്നത് ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങളെന്നാണ്. എന്താണ്? ക്ലൗഡ്സ് ക്ലോസ് ടു ദ എർത്ത് സർഫസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഈ ഘനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ ഘനീകരണം നടക്കുന്നത്. അപ്പോഴാണ് ഈ മൂടൽമഞ്ഞ് രൂപം കൊള്ളുന്നത്. ഈ മൂടൽമഞ്ഞ് ദൂരക്കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. മനസ്സിലായോ? മൂടൽമഞ്ഞ് കാരണം ദൂരക്കാഴ്ച തടസ്സപ്പെടുന്നു. അപ്പോൾ fog or mist is the result of condensation around the minute dust particles in the lower atmosphere. This may obstruct visibility. If the range of visibility is less than 1 kilometer, it is termed fog. If the range of visibility is more than 1 kilometer, it is called mist. അന്തരീക്ഷത്തിന് താഴ്ന്ന വിതാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുമ്പോഴാണ് മൂടൽമഞ്ഞ് രൂപം കൊള്ളുന്നത്. ഇത് ദൂരക്കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നു. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച തീരെ കുറവാണെങ്കിൽ, അതായത് 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ അതിനെ കനത്ത മൂടൽമഞ്ഞെന്നും, ദൂരക്കാഴ്ച 1 കിലോമീറ്റർ അധികമാണെങ്കിൽ അതിനെ നേർത്ത മൂടൽമഞ്ഞെന്നും വിളിക്കുന്നു. ശൈത്യകാലത്ത് മൂടൽമഞ്ഞ് കാരണം വടക്കേ ഇന്ത്യയിൽ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിടാറുണ്ട്. ഇനി അടുത്ത് ക്ലൗഡ്സ് ആണ്. എന്താണ് ക്ലൗഡ്സ്? ക്ലൗഡ്സ് ആർ ഫോംഡ് ബൈ ദ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ അറൗണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികളുടെ വലിപ്പം ഏകദേശം 0.001 സെൻറ്റിമീറ്ററിനും താഴെയാണ്. അതിനാലാണ് അവ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത്. മനസ്സിലായോ? എന്താണ്? The water droplets so formed are less than 0.001 centimeter in dimension. That is why they remain suspended in the atmosphere. അപ്പോൾ ക്ലൗഡ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലായി. എന്നാൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്? പലതരത്തിലുള്ള മേഘങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ആണ്: സിറസ് ക്ലൗഡ്സ്, സ്ട്രാറ്റസ് ക്ലൗഡ്സ്, ക്യുമുലസ് ക്ലൗഡ്സ് ആൻഡ് നിംബസ് ക്ലൗഡ്സ്. ഏതൊക്കെയാണ്? സിറസ് ക്ലൗഡ്സ്. എന്താണ് സിറസ് മേഘങ്ങൾ? ദീസ് ആർ ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ ഇൻ ക്ലിയർ വെതർ കണ്ടീഷൻസ്. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണുന്ന മേഘങ്ങളാണ് സിറസ് ക്ലൗഡ്സ്. അപ്പോൾ ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ഏതാണെന്ന് ചോദിച്ചാൽ സിറസ് ക്ലൗഡ്സ് ആണ്. തൂവൽ കെട്ടുകൾ പോലെ കാണുന്ന മേഘങ്ങൾ ഏതാണ്? സിറസ് ക്ലൗഡ്സ്. ഇനി സ്ട്രാറ്റസ് ക്ലൗഡ്സ്. ദീസ് അപ്പിയർ ഇൻ തിക്ക് ലെയേഴ്സ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ സ്കൈ. ആകാശത്ത് താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് ക്ലൗഡ്സ്. മനസ്സിലായോ? തിക്ക് ലെയറായിട്ട് കാണപ്പെടുന്ന മേഘങ്ങളാണ്. ഇനി ക്യുമുലസ് ക്ലൗഡ്സോ? ദീസ് ക്ലൗഡ്സ് റിസംബിൾ ഹ്യൂജ് കോട്ടൺ ബണ്ടിൽസ് ആൻഡ് ആർ ഫോംഡ് ഡ്യൂ ടു സ്ട്രോങ് കൺവെക്ഷൻ കറൻസ്. ദേ ഹാവ് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ്. എന്താണ് ക്യുമുലസ് മേഘങ്ങൾ? ഉയർന്ന സംവഹന പ്രവാഹത്താൽ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. ഈ വെളുത്ത പഞ്ഞിക്കെട്ടുകൾ പോലുള്ള ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതലായി വ്യാപിച്ചിരിക്കുന്നു. മനസ്സിലായോ? ദേ റിസംബിൾ ഹ്യൂജ് കോട്ടൺ ബണ്ടിൽസ് ആൻഡ് ആർ ഫോംഡ് ഡ്യൂ ടു സ്ട്രോങ് കൺവെക്ഷൻ കറൻസ്. സ്ട്രോങ് കൺവെക്ഷൻ കറൻസ് എന്ന് പറയുമ്പോൾ സംവഹന പ്രവാഹ ഫലമായി. ദേ ഹാവ് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ്. അവ ലംബദിശയിലാണ് കൂടുതൽ വ്യാപിച്ചിരിക്കുന്നത്. നിംബസ് ക്ലൗഡ്സ്. ദീസ് ആർ ഡാർക്ക് റെയിൻ ക്ലൗഡ്സ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. These clouds appear dark as it does not allow sunlight to pass through due to thick concentration of water droplets.
എന്താണ്? നിംബസ് മേഘങ്ങൾ എന്ന് പറയുമ്പോൾ താഴ്ന്ന വിതാനങ്ങളിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ്. ജലകണികകൾ സാന്ദ്രമായതിനാൽ അവ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഈ ക്ലൗഡ്സ് എങ്ങനെ കാണപ്പെടുന്നു? ഡാർക്കായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഈ പറഞ്ഞ മേഘങ്ങളെല്ലാം സ്വതന്ത്രമായല്ല കാണപ്പെടുന്നത്. പലപ്പോഴും ഇവ കൂടിച്ചേർന്നാണ് കാണപ്പെടുന്നത്. അപ്പോൾ ക്യുമുലോ നിംബസ് മേഘങ്ങൾ എന്ന് പറയുന്നത് ഈ ക്യുമുലസ് മേഘവും നിംബസ് മേഘവും കൂടി ചേർന്ന് കാണുമ്പോഴാണ് അതിനെ ക്യുമുലോ നിംബസ് മേഘങ്ങളെന്ന് പറയുന്നത്. മനസ്സിലായോ? ദ കോമ്പിനേഷൻ ഓഫ് ക്യുമുലസ് ആൻഡ് നിംബസ് ക്ലൗഡ്സ് ഈസ് ടേംഡ് ആസ് ക്യുമുലോ നിംബസ് ക്ലൗഡ്സ്. ഇനി the above discussed clouds usually occur at different altitudes. See the 4 different types of clouds based on altitude. ഈ മുകളിൽ സൂചിപ്പിച്ച മേഘങ്ങളെല്ലാം വിവിധ ഉയരങ്ങളിലായാണ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുന്നത്. അപ്പോൾ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ 4ആയി തരംതിരിക്കാം. ഓൾട്ടിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ആണ്. ഹൈ ക്ലൗഡ്സ്, മീഡിയം ക്ലൗഡ്സ്, ലോ ക്ലൗഡ്സ്, ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ്. എന്താണ്? വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങൾ, മധ്യമേഘങ്ങൾ, താഴ്ന്ന മേഘങ്ങൾ, കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ. അപ്പോൾ ഹൈ ക്ലൗഡ്സ് എന്താണ്? 20,000 to 40,000 ഫീറ്റ് വരെയാണ് ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്. മീഡിയം ക്ലൗഡ്സോ 7,000 to 20,000 ഫീറ്റ്. ലോ ക്ലൗഡ്സ് ബിലോ 7,000 ഫീറ്റ്. ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ് 2,000 to 30,000 ഫീറ്റ്. അപ്പോൾ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ക്ലൗഡ്സ് ആർ ഫോംഡ് ബൈ ദ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ. അല്ലേ? നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദീസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ദെയർ ആഫ്റ്റർ? അതിനുശേഷം ഈ ജലത്തുള്ളികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഈസ് പ്രസിപ്പിറ്റേഷൻ? എന്താണ് വർഷണം? കണ്ടിന്യൂസ് കണ്ടൻസേഷൻ കോസസ് ദ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ ക്ലൗഡ്സ് ടു ഗ്രോ ഇൻ സൈസ്. Being unable to resist the gravitational force of the earth, the water droplets get released from the clouds and fall on the earth in different forms. This process is called precipitation. തുടർച്ചയായി നടക്കുന്ന ഘനീകരണം ഈ മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഭൂഗുരുത്വത്തെ പ്രതിരോധിക്കാനാവാതെ ഈ മേഘങ്ങളിൽ നിന്ന് ജലത്തുള്ളികൾ മോചിപ്പിക്കപ്പെടുകയും അത് വിവിധ രൂപങ്ങളിൽ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഈ പ്രക്രിയയാണ് വർഷണം എന്ന് പറയുന്നത്. അപ്പോൾ മേഘങ്ങളിൽ നിന്നും ജലത്തുള്ളികൾ പല രൂപങ്ങളിൽ ഭൂമിയിലേക്ക് പതിക്കുന്നു. ഈ പ്രക്രിയയാണ് വർഷണം അഥവാ പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ, പലതരത്തിലുള്ള വർഷണങ്ങൾ ഏതൊക്കെയാണ്? ജലത്തുള്ളികൾ ഏതൊക്കെ രീതിയിലാണ് ഭൂമിയിലെത്തുന്നത്? റെയിൻഫോൾ മഴയായിട്ടെത്തുന്നു, സ്നോഫോൾ മഞ്ഞുവീഴ്ച, അതുപോലെ ഹെയിൽ സ്റ്റോൺസ് ആലിപ്പഴ വീഴ്ച. ഇങ്ങനെയൊക്കെയാണ് മേഘങ്ങളിൽ നിന്നും ജലത്തുള്ളികൾ ഭൂമിയിലെത്തുന്നത്. ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യമായി റെയിൻഫോൾ ആണ്, മഴ. സാധാരണയായി വർഷണം സംഭവിക്കുന്നത് ജലത്തുള്ളികളുടെ രൂപത്തിലാണ്. അല്ലേ? ജലത്തുള്ളികളായി മേഘങ്ങളിൽ നിന്നും ജലം താഴേക്ക് എത്തുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? മഴയെന്ന് പറയുന്നത്. ദ കോമൺ മാനിഫെസ്റ്റേഷൻ ഓഫ് precipitation ഈസ് ഇൻ ദ ഫോം ഓഫ് വാട്ടർ ഡ്രോപ്സ്. ദിസ് ഈസ് ദ റെയിൻഫോൾ. ഇനി സ്നോഫോളോ, മഞ്ഞുവീഴ്ചയോ? വെൻ ദ ടെമ്പറേച്ചർ ഫോൾസ് ബിലോ 0 degrees Celsius, precipitation reaches the earth in the form of tiny crystals of ice. This is snowfall. അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായിരിക്കുമ്പോൾ വർഷണം നേർത്ത ഹിമകണങ്ങളായി, മഞ്ഞുകണങ്ങളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. ഇങ്ങനെ മഞ്ഞുകണങ്ങളായി ഭൂമിയിലേക്ക് പതിക്കുന്ന വർഷണത്തെയാണ് സ്നോഫോൾ അഥവാ മഞ്ഞുവീഴ്ച എന്ന് പറയുന്നത്. ഇനി ആലിപ്പഴ വീഴ്ചയോ? എന്താണ് ഹെയിൽ സ്റ്റോൺസ്? If the water droplets released from the clouds happen to pass through colder layers of the atmosphere, they may reach the earth in the form of ice pellets. This form of precipitation is called hailstones. ചിലപ്പോഴൊക്കെ ഈ മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജലത്തുള്ളികൾ അന്തരീക്ഷത്തിൻ്റെ തണുത്ത പാളികളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. അങ്ങനെ തണുത്ത പാളികളിലൂടെ ഈ ജലത്തുള്ളികൾ കടന്നു പോകുമ്പോൾ അവ തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളായി മാറുന്നു. ഇങ്ങനെ മഞ്ഞുകട്ടകളായി ഭൂമിയിൽ പതിക്കുന്ന വർഷണ രൂപമാണ് ആലിപ്പഴം. മനസ്സിലായോ? ജലത്തുള്ളികൾ അന്തരീക്ഷത്തിൻ്റെ തണുത്ത പാളികളിലൂടെ കടന്നു പോകുമ്പോൾ അവ മഞ്ഞുകട്ടകളായി മാറി ഭൂമിയിൽ പതിക്കുന്നു. ഇതാണ് ആലിപ്പഴം. വിച്ച് ഫോം ഓഫ് ദ precipitation ഈസ് മോസ്റ്റ് ഫെമിലിയർ ടു യു? നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ വർഷണ രൂപം ഏതാണ്? മഴ. അല്ലേ? നമുക്ക് കൂടുതലും പരിചയമുള്ളത് മഴയാണ്. ഇനി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റെയിൻ ഏതൊക്കെയാണെന്ന് നോക്കാം. പല വിധത്തിലുള്ള മഴകൾ ഏതൊക്കെയാണ്? ഓറോഗ്രാഫിക് റെയിൻ, കൺവെക്ഷണൽ റെയിൻ, ബോർഡർ റെയിൻ.
എന്താണ് ഓറോഗ്രാഫിക് റെയിൻ? ശൈലവൃഷ്ടി എന്നാൽ എന്താണ്? കടലിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുകയും ഈ പർവ്വത ചരിവുകളിലൂടെ ഉയർന്ന് തണുത്ത് ഘനീഭവിച്ച് മേഘരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടെ മഴ ലഭിക്കുന്നില്ല. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പർവ്വതവൃഷ്ടി അഥവാ ശൈലവൃഷ്ടി എന്ന് പറയുന്നു. പർവ്വതങ്ങളുടെ കാറ്റിന് പ്രതിമുഖമായ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും മഴ ലഭിക്കാത്തതുമായ പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങളെന്നും അറിയപ്പെടുന്നു. അപ്പോൾ കാറ്റിന് അഭിമുഖമായ പ്രദേശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുന്നു. ഈ മഴയാണ് ശൈലവൃഷ്ടി അഥവാ പർവ്വതവൃഷ്ടി. ഇനി മഴ ലഭിക്കാത്ത പ്രദേശങ്ങളെ എന്തറിയപ്പെടുന്നു? മഴനിഴൽ പ്രദേശം, റെയിൻ ഷാഡോ റീജിയൻസ്. മനസ്സിലായോ? ദ മോയ്സ്ചർ ലാഡൻ വിൻഡ് ഫ്രം ദ സീ എൻറ്റേഴ്സ് ദ ലാൻഡ് ആൻഡ് മൂവ്സ് അപ്വേർഡ്സ് അലോങ് ദ mountain slopes where it gets cooled and condensed to form clouds. When the windward sides of the mountain receive heavy rainfall, the leeward sides do not receive rainfall due to the descending dry air. This type of rainfall is known as orographic rainfall or relief rainfall. What is rain shadow regions? എന്താണ് മഴനിഴൽ പ്രദേശം? The places situated at the leeward side of the mountains that do not receive any rainfall are referred to as rain shadow regions. അല്ലേ, മഴ ലഭിക്കാത്ത പ്രദേശം. അടുത്ത ക്വസ്റ്റ്യൻ. When Kerala receives southwest monsoon rainfall, the western parts of Tamil Nadu remain dry. Why? കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുമ്പോൾ തമിഴ്നാടിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ മഴ ലഭിക്കാറില്ല. എന്തുകൊണ്ടാണ്? Kerala lies in the windward side of the mountain, so Kerala receives good rainfall. But the Tamil Nadu lies in the rain shadow region. When Kerala receives rain, Tamil Nadu does not get rain. Due to high temperature, air gets heated and rises up. What is this process of heat transfer called? ഹൈ ടെമ്പറേച്ചർ കാരണം എന്ത് ചെയ്യുന്നു? എയർ ചൂടായി മുകളിലേക്ക് ഉയരുന്നു. ഈ പ്രോസസ്സിന് എന്താണ് പറയുന്നത്? കൺവെക്ഷൻ അല്ലേ, സംവഹനം. അപ്പോൾ എന്താണ് സംവഹന വൃഷ്ടി അഥവാ കൺവെക്ഷണൽ റെയിൻ? ക്യുമുലസ് ക്ലൗഡ്സ് ആർ ഫോംഡ് ബൈ ദ കൂളിംഗ് ആൻഡ് കണ്ടൻസേഷൻ ഓഫ് റൈസിംഗ് വാം എയർ. റെയിൻഫോൾ ഒക്കേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ദിസ് റെയിൻ മോസ്റ്റ്ലി ഒക്കറിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ ഡസ് നോട്ട് ലാസ്റ്റ് ലോങ്. ദിസ് ടൈപ്പ് ഓഫ് റെയിൻഫോൾ ഈസ് കോൾഡ് കൺവെക്ഷണൽ റെയിൻ. എന്താണ്? അന്തരീക്ഷ താപത്താൽ വികസിച്ച് മുകളിലേക്ക് ഉയരുന്ന വായു തണുത്ത് ഘനീഭവിച്ച് ക്യുമുലസ് മേഘങ്ങൾ രൂപമെടുക്കുന്നു. തുടർന്ന് ഇടിമിന്നലോട് കൂടി മഴയുണ്ടാകുന്നു. സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന ഈ മഴ അധിക സമയം നീണ്ടു നിൽക്കാറില്ല. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന മഴയെയാണ് സംവഹന മഴ അഥവാ കൺവെക്ഷണൽ റെയിൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് ബോർഡർ റെയിൻ ആണ് അല്ലേ, തീരദേശ വൃഷ്ടി. എന്താണ് തീരദേശ വൃഷ്ടി അഥവാ ബോർഡർ റെയിൻ? There is always difference in the atmospheric temperature over land and sea. If the air over the sea comes in contact with air over the land in the coastal regions, the warm air will be pushed upwards, causing cloud formation and rainfall. This type of rainfall is called border rain. കരയ്ക്കും കടലിനും മുകളിലുള്ള അന്തരീക്ഷ താപനില വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടാനിടയായാൽ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാകുന്നു. ഈ മഴയെ തീരദേശ മഴയെന്ന് വിളിക്കുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെയിൻ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മളിന്ന് പഠിച്ചത് വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ ജലത്തെക്കുറിച്ചാണ് അല്ലേ. എങ്ങനെയൊക്കെയാണ് അന്തരീക്ഷത്തിൽ ജലം എത്തിച്ചേരുന്നത്. പിന്നെയോ കണ്ടൻസേഷൻ പഠിച്ചു, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. പിന്നെ ക്ലൗഡ്സ്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ക്ലൗഡ്സ് പഠിച്ചു. റെയിനിനെ കുറിച്ച് പഠിച്ചു അല്ലേ, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റെയിൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.